24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകുന്നു. AK ശശീന്ദ്രനെതിരായ പ്രമേയം സ്ഥിരീകരിച്ച NCP നേതാക്കൾ 83 പേർ പങ്കെടുത്ത യോഗത്തിൽ 80 പേരും ശശീന്ദ്രൻ മാറണമെന്നാവശ്യപ്പെട്ടു എന്നാണ് ജില്ലാ ജനറൽ സെക്രട്ടറി KTM കോയ 24നോട് പറഞ്ഞത്. മാന്യമായ ഇറങ്ങിപ്പോക്ക് അനുവദിക്കണം എന്നതാണ് ശശീന്ദ്രൻ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടത് എന്നതുകൂടി നിർവാഹക സമിതി അംഗം ബേബി വാസൻ 24നോട് പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ പരസ്യമായിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല, എനിക്ക് ഒരു മാന്യമായ റിട്ടയർമെന്റ് വേണം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷം തുടരണം. അതിനിടയ്ക്ക് പാതിയിൽ വെച്ച് ഈ മന്ത്രിസ്ഥാനം മറ്റാർക്കും എന്നുവെച്ചാൽ തോമസ് കെ തോമസിന് കൊടുക്കരുത്, എനിക്കൊരവസരം ഈ 5 കൊല്ലം തുടർച്ചയായി ഭരിക്കാനുള്ള സൗകര്യം എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് ചേർന്ന ജില്ലാ നിർവാഹക സമിതി യോഗത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ ഒരു സുഹൃത്ത് ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം അവിടെ അവതരിപ്പിച്ച് അതിൽ എല്ലാവരും ആവേശത്തോടെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യാനുണ്ടായത്. നിഖിൽ പ്രമേശാണ് ഈ നേതാക്കളോട് സംസാരിച്ചത്. നിഖിൽ ഉണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇതിൽ ഇന്ന് നടന്ന യോഗത്തിൽ നിർവാഹക സമിതി യോഗത്തിൽ എല്ലാ അംഗങ്ങളും പിന്തുണച്ചു എന്നുള്ളതാണോ മാറണം എന്നുള്ള ആവശ്യത്തെ? ശശീന്ദ്രൻ അനുജ, നമ്മുടെ ഇൻട്രോയിൽ ചെറിയൊരു തിരുത്തുള്ളത്. AK ശശീന്ദ്രൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. 5 വർഷം മുൻപ് ഈ മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്ന യോഗത്തിലാണ് AK ശശീന്ദ്രൻ തനിക്ക് മാന്യമായുള്ള ഒരു യാത്രയപ്പ് വേണം, ഈ ടേം കൂടി അനുവദിച്ച ശേഷം താൻ മാറി നിൽക്കാം, ഇനിയൊരു നിയമസഭാ മത്സര സ്ഥാനത്തേക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. അക്കാര്യമാണ് ഇന്നിപ്പോൾ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും നമ്മളോട് തുറന്നു പറഞ്ഞത്. അന്ന് അദ്ദേഹം ഈ ഇത്രയധികം ആളുകൾ വരുന്ന യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, തനിക്ക് ഈ തവണ കൂടി ഒരു അവസരം നൽകണം, ഇനി നിയമസഭാ രംഗത്തേക്ക് താൻ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയതാണ്. എന്നിട്ടിപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ AK ശശീന്ദ്രൻ മത്സരിക്കാനുള്ള താല്പര്യം പാർട്ടി അറിയിക്കുകയാണ്, താൻ തന്നെ എലത്തൂരിൽ തുടരും എന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. അതിനെതിരെയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലാ നിർവാഹക സമിതി യോഗം, NCPയുടെ ജില്ലാ നിർവാഹക സമിതി യോഗം ചേർന്നപ്പോൾ 83 അംഗങ്ങൾ പങ്കെടുത്തതിൽ 80 പേരും AK ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നുള്ള പ്രമേയത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. 3 പേർ മാത്രമാണ് ഒരു വിയോജന കുറിപ്പ് അറിയിച്ചത്. പക്ഷേ ഈ 3 പേരും AK ശശീന്ദ്രൻ തുടരണം എന്നല്ല പറഞ്ഞത്, അവരും മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. തത്വത്തിൽ യോഗത്തിൽ പങ്കെടുത്ത 83 പേരും AK ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ AK ശശീന്ദ്രന് ഇനിയിപ്പോൾ എത്രത്തോളം എലത്തൂരിൽ തുടരാൻ കഴിയും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനിയിപ്പോൾ ചേർന്ന ജില്ലാ നിർവാഹക സമിതി യോഗം അത് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കും, തുടർന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നൊരു പ്രഖ്യാപനം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുണ്ടാകും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. NCPയെ സംബന്ധിച്ചിടത്തോളം എലത്തൂർ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റാണ്. എത്ര വലിയ സുനാമി ഉണ്ടായാലും അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ ഇത്തവണ മത്സരിക്കേണ്ടത് ഒരു പുതിയ സ്ഥാനാർത്ഥിയായിരിക്കണം. 7 ടേം തുടർച്ചയായി മത്സരിച്ച് 6 തവണ വിജയിച്ച് 2 തവണ മന്ത്രിയായ ഒരാൾ ഇനിയും അവിടെ തുടരരുത് എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. അതോടൊപ്പം തന്നെ മുക്കം മുഹമ്മദ്, NCPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മുക്കം മുഹമ്മദ് അവിടെ സ്ഥാനാർത്ഥിയായി നിർവാഹക സമിതി യോഗത്തിലാണ് AK ശശീന്ദ്രൻ മാറണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണച്ചു എന്നുള്ളതാണ് നേതാക്കൾ 24നോട് അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.